മക്കളെ ഓൾ ആർ വെൽക്കം ടു ദി വീഡിയോ. ഇന്ന് 6th സ്റ്റാൻഡേർഡിലെ 10th ചാപ്റ്റർ ആയിട്ടുള്ള നമ്പർ റിലേഷൻസിലെ ചില പേജിലെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നോക്കുന്നത്. നമ്മൾ പേജ് നമ്പർ 148ഉം പേജ് നമ്പർ 154ഉം പേജ് നമ്പർ 155 3 പേജസിൻ്റെ ചില ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള 148 പേജിലെ പാറ്റേൺസ് കംപ്ലീറ്റ് ചെയ്യുക ചെയ്തത്. 10 തൊട്ടിട്ട് 19 വരെയാണ് ഈ പേജിലുള്ളത്. മക്കളെ, ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ്. ഇത് ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ മാത്രം കവർ ചെയ്തിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതൊരു 9ൻ്റെ പാറ്റേൺ പോലെ ചെയ്യുന്നതല്ലേ. മക്കളിവിടെ 10ൻ്റെ എങ്ങനെയാണ് ചെയ്തത്? 10 = 9 × 1. 9 × 1 എന്ന് പറഞ്ഞാൽ 9 ആണ്. +1, 9ൻ്റെ കൂടെ 1 കൂടി പ്ലസ് ചെയ്ത് 10 കിട്ടും. ഇനി നമ്മൾ ഈ +1 കണ്ടില്ലേ, അത് ഈ 10ൻ്റെ സമ്മായിരിക്കും. അതായത് 1 0 എന്ന് എഴുതുന്നതാണല്ലോ 10. ആ 1ഉം 0ഉം കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര? 1 + 0 1 കിട്ടും. അതുപോലെ തന്നെയാണ് ഈ +1 എന്നുള്ളടുക്ക് ആ 1 കിട്ടുന്നത്. താഴെ അതുപോലെ നോക്കിയോ, 11 എന്ന് പറയുന്നത് 1 1 ആണല്ലോ. ആ 1ഉം 1ഉം കൂടി പ്ലസ് ചെയ്ത് എത്രയാണ്? അതിൻ്റെ സം എന്ന് പറയുന്നത് 1ഉം 1ഉം പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ സം എന്ന് പറഞ്ഞാൽ പ്ലസ് ചെയ്യുക. 1ഉം 1ഉം കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ആണ് കിട്ടുക. 2 ആണ് ആ 9 × 1 + 2. ആ 2 കിട്ടുന്നത് നമുക്ക് ശരിയാണോ നോക്കണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി. ആ 2 കിട്ടണമെങ്കിൽ ഇതിൻ്റെ 2 സമ്മും കൂടി പ്ലസ് ചെയ്യുക. അതായത് 2 നമ്പറല്ലേ ഉള്ളത്, 1 1 11. 1 1ഉം കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള 2 കിട്ടും. അതുപോലെ 12 നോക്കുക. 12 = 9 × 1. 9 × 1 എന്ന് പറഞ്ഞാൽ 9 ആണ്. +3. 9ൻ്റെ കൂടെ 3 കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 12 കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാം. 12 എന്ന് പറഞ്ഞാൽ 1ഉം 2 ആണല്ലോ. ഈ 1ഉം 2ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടും. അപ്പം 9 × 1 + 3 എന്നുള്ള ആ 3 ഫാക്ടർ, ആ 3യുടെ നമ്പർ തന്നെ ഇത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടല്ലോ. 12 എന്നത് 1ഉം 2ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ 1ഉം 4ഉം ആഡ് ചെയ്താൽ നമുക്ക് 5 കിട്ടും. നെക്സ്റ്റ് പ്രോബ്ലത്തിൻ്റെ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന ഏത് നമ്പറാണോ, ഇപ്പോൾ 13 ആണെങ്കിൽ 1 3 ആണ്. അപ്പോൾ 1ഉം 3ഉം പ്ലസ് നമുക്ക് 4 കിട്ടും. അപ്പം 13 = 9 × 1. 9 × 1 9 ആണ്. +4 ചെയ്ത് 13 കിട്ടും. അപ്പോൾ ലാസ്റ്റിലത്തെ 4 നമുക്ക് 1ഉം 3ഉം കൂടി 13 ആയ 1ഉം 3ഉം കൂടി പ്ലസ് ചെയ്യുമ്പോൾ ആൻസർ 4 ആണ്. അപ്പോൾ 4 ആണ് കിട്ടുക. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റിലത്തെ നമ്പർ ഇതിൻ്റെ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റിലത്തെ നമ്പർ കിട്ടും. 10 തൊട്ട് 19 വരെയാണിത്. നെക്സ്റ്റ് മക്കളെ 20 തൊട്ടിട്ട് 29 വരെയാണ് ചെയ്തിട്ടുള്ള പാറ്റേണാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ചെയ്ത പോലെ തന്നെ 9ൻ്റെ ഫാക്ടർ തന്നെയാണ് ഫസ്റ്റ് വരിക. 9ൻ്റെ നമ്പർ തന്നെയാണ് ഫസ്റ്റ് എല്ലാം വരിക. 9ൻ്റെ കൂടെ 2 ആണ് ഇൻറ്റു ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ 1 തൊട്ടിട്ട് 19 വരെയാണ് ചെയ്തത് പാറ്റേണിൽ. ഇനി 20 തൊട്ടിട്ട് 29 വരെ 9 × 1 ആണ് നേരത്തെ ചെയ്തത്. ഇവിടെ 20 തൊട്ട് 29 വരെ വരുമ്പോൾ 9 × 2 പിന്നെ ഓരോ നമ്പർ ആഡ് ചെയ്ത് വരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് +2 വരുന്നുണ്ട്. ഈ 2 എന്നത് 20ൻ്റെ സമ്മാണ്. 20ൻ്റെ സം എന്ന് പറയുന്നത് 20 എന്ന് പറയുന്നത് നമ്മൾ 2 0 ആണല്ലോ 20. അപ്പോൾ 2ഉം 0ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ആണ് കിട്ടുക. 2 + 0 2 ആണല്ലോ. അപ്പോൾ 2 തന്നെ ആയിരിക്കും ലാസ്റ്റിലത്തെ നമ്പറും. നെക്സ്റ്റ് നമ്പർ 21 നോക്കൂ. 21 = 9 × 2 + 3 ആണ്. ഈ 3 നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 എങ്ങനെ കിട്ടുന്നത്? 2 + 1 2 + 1 3 ആണ്. അപ്പോൾ 3 തന്നെ കിട്ടുന്നുണ്ട്. ലാസ്റ്റിലത്തെ 29 നോക്കൂ. 29 = 9 × 2 ആണ്. +11 ആണ്. അപ്പോൾ 11 എങ്ങനെ കിട്ടുന്നത്? ഇവിടെ 29 ആണല്ലോ. 2 + 9 2ൻ്റെ കൂടെ 9 പ്ലസ് ചെയ്യുമ്പോൾ 11 ആണ്. അപ്പം 29 എന്ന് പറയുമ്പോൾ ലാസ്റ്റിലത്തെ നമ്പറിൽ നമുക്ക് 11 കിട്ടുന്നുണ്ട്. 9 × 2 + 11. ഇനി മക്കളെ കണ്ടിന്യൂഷനായിട്ട് 30 തൊട്ടിട്ട് 39 വരെ ചെയ്തിട്ടുണ്ട്. നേരത്തെ അതേ പാറ്റേൺ തന്നെ. ആദ്യത്തിൽ 9 × 1 വന്നു, 9 × 2 വന്നു, പിന്നെ ഇവിടെ 9 × 3 ആണ് ഇതിൽ എല്ലാത്തിലും വരുന്നത്. 30 എന്ന് പറയുന്നത് 30 എന്ന് പറയുന്നത് 9 × 3 + 3 ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ 3 എങ്ങനെ വന്നു? 30 എന്ന് പറയുന്നത് 3ഉം 0 അല്ലേ. അപ്പോൾ 3 + 0 3 ആണ് കിട്ടുക. ലാസ്റ്റിലത്തെ നമ്പർ 3 വരുന്നുണ്ട്. ഡൗട്ട് ഉണ്ട്. അടുത്ത നോക്കുക. 31 എന്ന് പറയുന്നത് 9 × 3 + 4 ആണ് കിട്ടുന്നത്. 4 ഇവിടെ വരുന്നത് കറക്റ്റാണോ നമുക്ക് നോക്കാം. 3 + 1 4 ആണ് കിട്ടുക. അപ്പം അതേ പാറ്റേണിലാണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് 39 = 9 × 3 + 12 ആണ്. 39 = 9 × 3 + 12.
അപ്പം ലാസ്റ്റിലത്തെ നമ്പർ മാത്രമേ മാറുന്നുള്ളൂ, ബാക്കിയെല്ലാം മിഡിൽ എന്താണ് വരുന്നത് 9 × 3 ആണ്. 12 നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ 9 + 3 12 ആണ് കിട്ടുന്നത്. അപ്പോൾ ലാസ്റ്റിലത്തെ നമ്പർ 12 കിട്ടും. 39 = 9 × 3 + 12. ഇനി മക്കളെ 40 തുടങ്ങിയിട്ട് 49 വരെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 40 എങ്ങനെയാണ് വന്നത്? നേരത്തെ 9 × 3 ആയിരുന്നു. 40 വരുമ്പോൾ 9 × 4 + 4 ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4ൻ്റെ ആ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ 40ൻ്റെ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ 40ൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 എന്ന് പറഞ്ഞാൽ 4 0 ആണ്. 4 + 0 4 ആണ് ആൻസർ കിട്ടുക. ലാസ്റ്റിലത്തെ നമ്പർ 4 കിട്ടുന്നുണ്ട്. അപ്പം ഓർമ്മിക്കുക എപ്പോഴും 40ൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ 9ൻ്റെ പാറ്റേൺ ആണ് ചെയ്യുന്നതെങ്കിൽ 9ൻ്റെ പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം 9ൻ്റെ പാറ്റേൺ വെച്ച് ചെയ്യുകയാണെങ്കിൽ 9 × 4 40 ആണെങ്കിൽ 9 × 4 + 4. ഇനി ലാസ്റ്റിലത്തെ +4 എപ്പോഴും ഇപ്പോൾ 40 ആണെങ്കിൽ 4 0 ആണല്ലോ, 4 0 കൂടി ആഡ് ചെയ്യുമ്പോൾ 4 ലാസ്റ്റിലത്തെ 4 കിട്ടും. അങ്ങനെ തന്നെയാണ് 41 വന്നത്. 41 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 × 4 + 5 4 + 1 41 ആണ്. അപ്പം 4ഉം 1ഉം 41 അല്ലേ, അപ്പം 4ഉം 1ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റിലത്തെ 5 കിട്ടും. ലാസ്റ്റിലത്തെ നമ്പർ നോക്കിയേ 49 എന്ന് പറഞ്ഞാൽ 9 × 4 + 13 ആണ് വരിക. 9ഉം 4ഉം കൂടിയിട്ട് അല്ലെങ്കിൽ 4ഉം 9ഉം കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 13 കിട്ടും. നമ്മളിത് ചെയ്യുമ്പോൾ എപ്പോഴും ഓർമ്മിക്കുക, ഇപ്പോൾ 40 ആണെങ്കിൽ 9 × 4 ആണ് വരിക. ലാസ്റ്റിലത്തെ ഡിജിറ്റ് വരുമ്പോൾ ഏതാണോ നമ്പർ ഉള്ളത് ആ നമ്പർ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റിലത്തെ നമ്പർ കിട്ടും. 49 ആണെങ്കിൽ 4 + 9 13 ആണ്. അപ്പോൾ 49 = 9 × 4 + 13. മക്കളെ നെക്സ്റ്റ് 50 തൊട്ടിട്ട് 59 വരെ പാറ്റേൺ എഴുതുന്നതാണ്. അത് നേരത്തെ 9 × 4 ആയിരുന്നു 40-ലൊക്കെ വന്നത്. ഇനിയിപ്പോൾ 50-ൽ വരുമ്പം 50 ആണെങ്കിൽ 9 × 5 + 5 ആണ് വരിക. 9 × 5 ആണ് 15-ൽ മുഴുവനായിട്ട് വരുന്ന പാറ്റേൺ. പിന്നെ ലാസ്റ്റിലത്തെ നമ്പർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50 ആകുമ്പോൾ 5ഉം 0 ആണ്. 5 + 0 5 കിട്ടും. ലാസ്റ്റത്തെ ഡേറ്റ് 5. ഇനി രണ്ടാമത്തെ 51-ൽ നോക്ക്, ലാസ്റ്റത്തെ ഡേറ്റ് 6 ആണ്. ശരിയാണോ നമുക്ക് നോക്കണ്ടെങ്കിൽ 5 + 1 51 എന്ന് പറയുമ്പോൾ 5ഉം 1ഉം ആണല്ലോ. 5 + 1 ചെയ്യുമ്പം 6 കിട്ടും. നടുക്കത്തെ സെയിം നമ്പർ തന്നെ 9 × 5 + 6. ഇനി ലാസ്റ്റിലത്തെ നമ്പർ വരികയാണെങ്കിൽ 59 വരികയാണെങ്കിൽ 9 × 1 + 14 ആണ്. 9 + 5 അല്ലെങ്കിൽ 59 എന്ന് പറയുമ്പോൾ 5ഉം 9ഉം ആണല്ലോ. 5 + 9 ചെയ്ത് കഴിഞ്ഞാൽ 14 കിട്ടും. ലാസ്റ്റിലത്തെ ഡേറ്റ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ശരിയാണോ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും അങ്ങനെ. അപ്പോൾ 59 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 9 പിന്നെ 40 + 14 കിട്ടിയത് 5ഉം 9ഉം കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 14 കിട്ടും. നെക്സ്റ്റ് മക്കളെ 60 തൊട്ടിട്ട് 69 വരെ 60 ആണെങ്കിൽ 9 × 6 ആണ് വരിക. നേരത്തെ 50ൻ്റെ പാറ്റേണിലൊക്കെ വരുന്നത് എന്താ 9 × 5 ആണ്. ഇവിടെ 60 ആയപ്പോൾ 9 × 6 ആയി. പിന്നെ ലാസ്റ്റിലത്തെ നമ്പർ +6. 6 എങ്ങനെ കിട്ടുന്നത് നമ്മൾ നോക്കിയതാണ് നേരത്തെ. 6 എങ്ങനെ കിട്ടിയേ ശരിയാണെന്നൊക്കെ നോക്കണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, 60 എന്ന് പറയുന്നത് 60 ആണ്. 6 + 0 6 കിട്ടും ആൻസർ. 61 നോക്കുകയാണെങ്കിലോ 9 × 6 ആണ് എല്ലാ സ്ഥലത്തും മിഡിൽ വരുന്നത് അല്ലേ. അപ്പോൾ 9 × 6 + 7 എങ്ങനെ വന്നു നമുക്ക് ചെക്ക് ചെയ്യാം. 6 + 1 6 + 1 7 ആണ്. ലാസ്റ്റ് നമ്പർ 7 കിട്ടും. മക്കളെ ലാസ്റ്റ് നമ്പർ നോക്കുകയാണെങ്കിൽ 69 എപ്പോഴും മിഡിൽ വരുന്ന പോലെ തന്നെ 9 × 6 + 15 ആണ് വരിക. അപ്പം 69-ന് 6ഉം 9ഉം 69-ൽ 6ഉം 9ഉം പ്ലസ് ചെയ്യുമ്പോൾ 15 കിട്ടും. അപ്പോൾ 6 + 9 15. അപ്പോൾ ലാസ്റ്റിലെ നമ്പർ 15 വരും.
ഇനി മക്കളെ നെക്സ്റ്റ് 70 തൊട്ടിട്ട് 79 വരെയാണ്. മക്കളെ 70 ഈക്വൽ ടു നേരത്തെ ചെയ്തത് 16ൻ്റെ പാറ്റേണിൽ 9 ഇൻറ്റു 6 ആയിരുന്നു. 70 വന്നപ്പോൾ 9 ഇൻറ്റു 7 ആയി, പ്ലസ് 70 ആണ്. 7 പ്ലസ് 0 7, ലാസ്റ്റിലത്തെ ഡേറ്റ് 7 കിട്ടും. ഇനി 71 നോക്കുകയാണെങ്കിൽ നടുക്കൊക്കെ സെയിം തന്നെ, 9 ഇൻറ്റു 7. 8 വന്നത് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ 7 പ്ലസ് 1, 71ൽ 7 പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ 8 കിട്ടും. ലാസ്റ്റിലത്തെ ഡേറ്റ് 8 കിട്ടും. പിന്നെ ഇനി 79, ലാസ്റ്റിലത്തെ 79 നോക്കുകയാണെങ്കിൽ 79 എന്ന് പറയുന്നത് 7ഉം 9ഉം പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 16 കിട്ടും. അതുപോലെ തന്നെ നടുക്കത്തെ ഇപ്പോൾ 79 ഈക്വൽ ടു 9 ഇൻറ്റു 7 പ്ലസ് 16, 7ഉം 9ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 16 കിട്ടും. ലാസ്റ്റത്തെ ഡേറ്റ് 16 വരുന്നുണ്ട്. മക്കളെ ഇനി 80 തുടങ്ങിയിട്ട് 89 വരെയുള്ളതാണ്. 80 ആണെങ്കിൽ 80 ഈക്വൽ ടു 9 ഇൻറ്റു 8 ആണ്. നേരത്തെ 70യിൽ പാറ്റേണിൽ വന്നത് 9 ഇൻറ്റു 7 ആണ്. 80 വരുമ്പം 9 ഇൻറ്റു 8 പ്ലസ് 8. 80ക്ക് 8ഉം 0 ആണ്. അപ്പോൾ 8ഉം 0ഉം പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റിലത്തെ നമ്പറായി 8 കിട്ടും. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ 81 ആണ്. 8 പ്ലസ് 1 81. 81ന് 8ഉം 1ഉം അല്ലേ, അപ്പോൾ 8ഉം 1ഉം കൂടി ആഡ് ചെയ്യുക. 8ഉം 1ഉം 8 പ്ലസ് 1 9 ആണ്. ലാസ്റ്റിലത്തെ നമ്പർ 9 കിട്ടുന്നുണ്ട്. നടുക്ക് ഇതിൻ്റെ പാറ്റേണിൽ വരുന്ന പോലെ തന്നെ 9 ഇൻറ്റു 8. അപ്പോൾ 81 ഈക്വൽ ടു 9 ഇൻറ്റു 8 പ്ലസ് 9. ലാസ്റ്റ് നമ്പർ നോക്കുകയാണെങ്കിൽ 89 നോക്കുകയാണെങ്കിൽ 9 ഇൻറ്റു 8 പ്ലസ് 17 ആണ് വരിക. 9ഉം 8ഉം പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 17 ആൻസർ കിട്ടും ലാസ്റ്റിലത്തെ ഡേറ്റ്. അപ്പം 89 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഇൻറ്റു 8 പ്ലസ് 17. ഇനി മക്കളെ നെക്സ്റ്റ് പാറ്റേണിൽ 90 തൊട്ടിട്ട് 99 വരെയുള്ളതാണ്. 90 ആണെങ്കിൽ നേരത്തെ നമ്മൾ 80യിൽ വന്നത് 9 ഇൻറ്റു 8 ആണ്. ഇവിടെ 9 ഇൻറ്റു 9 ഇൻറ്റു 8 ആയിരുന്നു 80യിലൊക്കെ വന്നത്. നടുക്ക് മിഡിൽ ഇവിടെ വരുന്നത് 9 ഇൻറ്റു 9 ആണ്. 9 ഇൻറ്റു 9 90 ആണെങ്കിൽ 9 ഇൻറ്റു 9 പ്ലസ് 9. 90 ആണല്ലോ, അപ്പം 9 പ്ലസ് 0 9 ആണ് വരിക. അപ്പോൾ ലാസ്റ്റിലത്തെ 9 കിട്ടിയതുണ്ട്. അതുപോലെ തന്നെ 91 നോക്കുകയാണെങ്കിലും 9 ഇൻറ്റു 9 തന്നെ പ്ലസ് 10 ആണ് വരിക. 91ൽ 9ഉം 1 ആണല്ലോ, 9 പ്ലസ് 1 10 ആണ്. ലാസ്റ്റിലത്തെ ഡേറ്റ് 10 കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റിലത്തെ നമ്പറായ 98 ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ 9 ഇൻറ്റു 9 പ്ലസ് 16 വരും. 9ഉം 8ഉം പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 16 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ശരിയാണെന്ന് മനസ്സിലാക്കാം. ഇനി ലാസ്റ്റിലത്തെ 99 വരികയാണെങ്കിൽ 9 ഇൻറ്റു 9 പ്ലസ് 18 ആണ് വരിക. ഇനി 9ഉം 9ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 18 കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ലാസ്റ്റിലത്തെ ഡേറ്റായ 18 കിട്ടും. അപ്പോൾ 99 ഈക്വൽ ടു 9 ഇൻറ്റു 9 പ്ലസ് 18 കിട്ടുന്നത് 9 പ്ലസ് 9 ചെയ്ത് കഴിഞ്ഞാൽ 18 കിട്ടും. ഇത്രയാണ് 148 പേജിൽ നമുക്ക് ചെയ്യാനുള്ള പ്രോബ്ലം. മക്കളെ ഇനി നെക്സ്റ്റ് 154 എന്ന പേജ് 154 പേജിൽ ലാസ്റ്റ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ എന്ന ആ പ്രോബ്ലമാണ്. തന്നിരിക്കുന്ന നമ്പറിൽ 3 ഡിജിറ്റ് നമ്പറാണ്, അതായത് 3 അക്ക സംഖ്യയാണ്, 3 നമ്പറുണ്ട്. ആദ്യത്തെ ഫസ്റ്റിലത്തെ നോക്കൂ. ആ ഫസ്റ്റിലത്തെ പ്രോബ്ലം നിങ്ങൾക്ക് അവിടെ ചെയ്ത് തന്നിട്ടുണ്ട്. 764 ആണ്, 764 ആണ്. പിന്നെ അടുത്ത കോളത്തിൽ സം ഓഫ് ദി ഡിജിറ്റ്സ് ആണ്. സം ഓഫ് ദി ഡിജിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന നമ്പർ മുഴുവനും പ്ലസ് ചെയ്യുക, അതായത് 7 പ്ലസ് 6 പ്ലസ് 4. അപ്പോൾ നമുക്ക് 17 ആൻസർ കിട്ടും. ഇനി ഈ തന്നിരിക്കുന്ന സം ഓഫ് ദി ഡിജിറ്റ്സ് എന്തൊക്കെയാണോ ഡിജിറ്റ്സ് സം ഓഫ് ദി ഡിജിറ്റ്സ് ഏതൊക്കെയാണോ കിട്ടുന്നത് അത് മാത്രം നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഈ തന്നിരിക്കുന്ന മുഴുവനും നമ്പർ ഡിവൈഡ് ചെയ്ത് നോക്കണ്ട. ഈ സമ്മ് എത്രയാണോ കിട്ടുന്നത് ആ നമ്പർ മാത്രം ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ അടുത്ത് ചോദിക്കുന്നുണ്ട് റിമൈൻഡർ ഓഫ് ഡിവിഷൻ ബൈ 9, അതായത് ഈ തന്നിരിക്കുന്ന സമ്മ് 9ൻ്റെ ഡിവിഷനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് 9ൻ്റെ ടേബിളിൽ 17 പോവോ ഇല്ലയോ നോക്കിയാൽ മതി. 9ൻ്റെ ടേബിളിൽ 17 പോവുകയാണെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും. ഇപ്പം 9ൻ്റെ ടേബിളിൽ 17 പോവില്ല, അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ റിമൈൻഡർ എത്രയാണോ വരുന്നത് അതായിരിക്കും അവിടെ വരിക. ഇപ്പം 17 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് റിമൈൻഡർ 8 കിട്ടുക. അടുത്തത് റിമൈൻഡർ ഓഫ് 3 ആണോ എന്ന് ചോദിക്കുന്നുണ്ട്.
അപ്പോൾ 3ൻ്റെ ടേബിളിൽ 17 പോവില്ല. 3ൻ്റെ ടേബിളിൽ 17 കൃത്യമായിട്ട് പോകുന്നുണ്ടെങ്കിൽ റിമൈൻഡർ അവിടെ 0 വരിക. അപ്പോൾ നമ്മൾ 3ൻ്റെ ടേബിളിൽ പോകുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ 17 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ നമുക്ക് 2 കിട്ടുക. പിന്നെ ടേബിളിൽ ചോദിക്കുന്നുണ്ട് ഇത് 9ൻ്റെ മൾട്ടിപ്ലൈ ആണോ എന്ന്. 17 9ൻ്റെ മൾട്ടിപ്ലൈ അല്ല. അപ്പം നോ, എസ് ഓർ നോ ആണ് എഴുതേണ്ടത്. അടുത്തത് 3ൻ്റെ മൾട്ടിപ്ലൈ ആണോ ചോദിക്കുന്നുണ്ട്, അതുമല്ല, നോ. അപ്പോൾ എസ് നോയിൽ നോ ആണ് വരിക അവിടെ. നെക്സ്റ്റ് നമ്പറിൽ 954 ആണ്. 954 ആണ്. 954. ഇപ്പോൾ നമ്മൾ സമ്മ് കാണാൻ വേണ്ടിയിട്ട് 9 + 5 + 4, 9ഉം 5ഉം 4ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മ് കിട്ടും. സമ്മ് നമുക്ക് 18 ആണ് കിട്ടുക. ഇനി 18 എന്നത് 9ൻ്റെ ടേബിളിൽ 18 എന്നത് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 9ൻ്റെ ടേബിളിൽ ഡിവൈഡ്, അപ്പോൾ 9നെ നമ്മൾ 18നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 ആണ് കിട്ടുക. അപ്പോൾ 9ൻ്റെ ടേബിളിൽ 9 2s are 18 വരുന്നുണ്ട്. അപ്പോൾ അവിടെ 0 ആണ് വരിക. അതുപോലെ തന്നെ 3ൻ്റെ ടേബിളിൽ 18 പോകുന്നുണ്ട്. അപ്പോൾ അവിടെയും 0 ആണ് റിമൈൻഡർ. ദെൻ 9ൻ്റെ മൾട്ടിപ്ലൈയിലുണ്ടോ ചോദിക്കുന്നുണ്ട്, ഉണ്ട്. അതുകൊണ്ടല്ലേ നമുക്ക് റിമൈൻഡർ 0 കിട്ടിയത്. അതുപോലെ തന്നെ ഇപ്പുറത്തും 3ൻ്റെ മൾട്ടിപ്പിൾ ഉണ്ടോ, എസ്. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിളിലും വരുന്നുണ്ട്, അതുകൊണ്ട് എസ്. അടുത്ത ക്വസ്റ്റ്യനിൽ 582 ആണ്. 582 സമ്മ് കാണാമെന്ന് പറഞ്ഞാൽ അത് മുഴുവനും ടോട്ടൽ ചെയ്യുക. 5 + 8 + 2 15 കിട്ടും. ഇനി 15 എന്നത് 9ൻ്റെ ടേബിളിൽ പോകുന്നുണ്ടോ നോക്കുക. 15 9ൻ്റെ ടേബിളിൽ പോവില്ല. അപ്പോൾ നമ്മൾ 15നെ 15നെ 9നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. നമുക്ക് കൃത്യമായിട്ട് പോകാത്തതുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, റിമൈൻഡർ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ റിമൈൻഡർ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 6 ആണ് കിട്ടുക. ഇനി 3ൻ്റെ ടേബിളിൽ 15 പോകും. അപ്പോൾ ടേബിളിൽ പോകുന്നതുകൊണ്ട് തന്നെ അതിന് റിമൈൻഡർ 0 ആയിരിക്കും. റിമൈൻഡർ പോകുന്നില്ലെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണ്ടോ. അപ്പം 3ൻ്റെ ടേബിളിൽ കൃത്യമായിട്ട് 15 പോകുന്നുണ്ടല്ലോ, അപ്പം റിമൈൻഡർ 0 ആയിരിക്കും അവിടെ. പിന്നെ 9ൻ്റെ ടേബിൾ ആണോ മൾട്ടിപ്പിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, നോ ആണ്. ഇനി 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്, അതുകൊണ്ടല്ലേ 0 കിട്ടിയത്, എസ് ആണ്. അപ്പോൾ 0 വരുന്നതിൽ എസ്സും നമ്പേഴ്സൊക്കെ വരുമ്പോൾ നോ ആണ്, മൾട്ടിപ്പിൾ ആയിരിക്കില്ല. 0 വരുമ്പോൾ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ. റിമൈൻഡർ 0 വരുമ്പോൾ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ 4 ഡിജിറ്റ് നമ്പറാണ് അല്ലേ, 4 അക്ക സംഖ്യയുണ്ട്. 4806 4808 ഉണ്ട്. 4806. അപ്പോൾ 4 + 8 + 0 + 8 അത് മുഴുവനും ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 20 ആണ് ആൻസർ കിട്ടുക, സമ്മ് കിട്ടുക. 20 എന്നത് 9ൻ്റെ ടേബിളിൽ പോവില്ല അല്ലേ, 9ൻ്റെ ടേബിളിൽ വരുന്നതല്ല. അപ്പം നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. 20 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 2 കിട്ടും. അതുപോലെ തന്നെ 3ൻ്റെ ടേബിളിലും 20 പോവില്ല. അപ്പം എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ 20നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് റിമൈൻഡർ 2 കിട്ടും. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും മൾട്ടിപ്പിൾ അല്ല, 9ൻ്റെയും മൾട്ടിപ്പിൾ അല്ല, 3ൻ്റെയും മൾട്ടിപ്പിൾ അല്ല. 9ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് 0 അല്ലല്ലോ കിട്ടുന്നത്. അപ്പോൾ നോ. 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് 0 അല്ല കിട്ടുന്നത് അല്ല, റിമൈൻഡർ അവിടെയും. അപ്പം 3ൻ്റെ മൾട്ടിപ്പിളും അല്ല, അപ്പോഴും അവിടെ നോ ആണ് വരിക. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഫസ്റ്റിലത്തെ പ്രോബ്ലം നമുക്ക് ഓൾറെഡി അവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. 764 17 വരും, പിന്നെ 8 പിന്നെ 2 അത് രണ്ടിലും പോകാത്തതുകൊണ്ട് 0 റിമൈൻഡർ അല്ലാത്തതുകൊണ്ട് നോ ആണ് വരുന്നത്. അത് ഫസ്റ്റിലത്തെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന പ്രോബ്ലമാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞത്. മക്കളെ ഈ പാറ്റേണിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. 21 - 12 ആൻസർ 9 ആണ് കിട്ടുക. അതുപോലെ തന്നെ ഫസ്റ്റിലത്തെ 21, പിന്നെ രണ്ടാമത് വരുന്നത് 2 കഴിഞ്ഞിട്ട് 3 വന്നിട്ടുണ്ട്, 1 കഴിഞ്ഞിട്ട് 2 വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 32 ആയി. ആദ്യം 21 ആയിരുന്നു. 21ൽ 2 1 ഇൻക്രീസ് ആയിട്ട് 3, 1ൽ 21ൻ്റെ 1ൽ 1 ഇൻക്രീസ് ആയിട്ട് 2, അങ്ങനെ 32 രണ്ടാമത്തേൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ 21 - 12 ആയിരുന്നു. ഈ 12 1 2 അല്ലേ, അപ്പോൾ ഈ 1 പിന്നെ അടുത്തത് വരുമ്പോൾ 1 ഇൻക്രീസ് ആയിട്ടുണ്ട് 2. 12ൻ്റെ 1 2 എന്നത് 2 1 ഇൻക്രീസ് ആയിട്ട് 3 ആയിട്ടുണ്ട്. അപ്പോൾ താഴെ 23 ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസിലാണ് ഇതൊക്കെ പോയിട്ടുള്ളത് ഈ പാറ്റേൺ. വേറൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസേഴ്സ് നോക്കുകയാണെങ്കിൽ 9ൻ്റെ ടേബിളിലാണ് ആൻസേഴ്സ് വരുന്നത്. 9ൻ്റെ ടേബിളിൽ 9 18 27 36 45 അങ്ങനെ വരുന്ന
54, 63, 72 അങ്ങനെ 9ൻ്റെ ടേബിളിലുള്ള ആൻസേഴ്സാണ് ഇതിലെല്ലാത്തിനും കണ്ടിന്യൂഷനായിട്ട് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ പാറ്റേണിൽ 9 ആൻസർ വന്നിട്ടുണ്ട് എല്ലാത്തിനും. രണ്ടാമത്തെ പാറ്റേണിൽ എല്ലാത്തിൻ്റെ ആൻസർ 18 ആണ്. മൂന്നാമത്തത് 27 ആണ്. നാലാമത്തെ വരുന്നത് 36 ആണ്. അപ്പോൾ 9ൻ്റെ ടേബിളിൻ്റെ എത്രയാണോ 9ൻ്റെ ടേബിളിൽ വരുന്നത് 9 1s are 1, 9 2s are 18, 9 3s are 27, 9 4s are 36 അങ്ങനെ 9ൻ്റെ ടേബിളിൽ വരുന്ന ആൻസേഴ്സാണ് ഇതിൻ്റെയൊക്കെ ആൻസറായിട്ട് കിട്ടിയിട്ടുള്ളത്. അതാണ് ഒരു പ്രത്യേകത. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഓരോ നമ്പറിന് ഇൻക്രീസ് ആയിട്ടാണ് ഈ പാറ്റേൺ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരു പാറ്റേൺ ചെയ്തു, ഒരു സെറ്റ് ഓഫ് പാറ്റേൺ ചെയ്തു. രണ്ടാമത്തെ സെറ്റ് ഇപ്പോൾ 21 - 12 9 കിട്ടി. രണ്ടാമത്തെ സെറ്റിൽ 31 - 13 കിട്ടിക്കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 18 കിട്ടും. അങ്ങനെ ഈ ഓരോ പാറ്റേൺ ചെയ്യുന്നതിന് ഓരോന്നും മൈനസായി വരുന്നുണ്ട്. ലാസ്റ്റ് ഒറ്റ ഒന്ന് മാത്രം ആയിട്ട് വരുന്നുണ്ട്. അതാണ് വേറൊരു പ്രത്യേകത ഈ പാറ്റേണിൽ. വേറൊന്ന് ഇപ്പം അത് ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇൻക്രീസായി വരുന്നതുകൊണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, അത് 21 ആണ്. ആ 21ന് തിരിച്ചിട്ടതാണ് 12 അല്ലേ. അപ്പോൾ 21 - 12 എന്ന് പറയുമ്പോൾ 21നെ തിരിച്ചിട്ടിട്ടാണ് മൈനസ് ചെയ്തിട്ടുള്ളത്. 21ന് തിരിച്ചിടുമ്പോൾ 1 ഫസ്റ്റ് വരും, 2 രണ്ടാമത് വരും. 21 - 12 9 ആൻസർ കിട്ടി. അതുപോലെ തന്നെ രണ്ടാമത്തത് 32 - 23 32നെ തിരിച്ചിട്ടപ്പോൾ 23 ആയി. അങ്ങനെയും പറയാം നമുക്ക് ഈ പാറ്റേണിൽ. അങ്ങനെയും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 43 ആണെങ്കിൽ 43നെ തിരിച്ചിട്ടപ്പോൾ 34 ആയി. അപ്പോൾ 43 - 34 9 ആൻസർ വന്നു. അപ്പോൾ എല്ലാ പാറ്റേണിലും നോക്കുമ്പോൾ ഒരു നമ്പറിനെ തിരിച്ചിട്ടിട്ടാണ് നെക്സ്റ്റ് നമ്പർ മൈനസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആൻസറിൽ നോക്കുമ്പോൾ എപ്പോഴും എല്ലാ ആൻസേഴ്സിലും 9ൻ്റെ ടേബിൾസ് വന്നിട്ടുണ്ട്. ഒന്ന് 9 വന്നിട്ട്, പിന്നെ 18 വന്നിട്ടുണ്ട്, 27 വന്നിട്ടുണ്ട്, 36 വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 3 പാറ്റേൺ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ലാസ്റ്റ് ഒറ്റൊന്നായിട്ട് 91 - 19 72 എന്ന് ആൻസർ തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിലുള്ളത് 41 കഴിഞ്ഞിട്ട് ഉള്ളത് ചെയ്ത് കാണിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ 21 - 12 = 9 അത് ആ പാറ്റേൺ ചെയ്തിട്ടുണ്ട്. 31 - 13 = 18 ആ പാറ്റേൺ ചെയ്തിട്ടുണ്ട്. 41 - 14 = 27 ആ പാറ്റേൺ ചെയ്തിട്ട് അതിൻ്റെ അടുത്ത പാറ്റേൺ എങ്ങനെയാണോ വരുന്നത് അതാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ. 51 - 15 51നെ തിരിച്ചിട്ടു. 51നെ തിരിച്ചിട്ടപ്പോൾ 15 കിട്ടി. ആൻസർ 36 ആണ് വരിക. ദെൻ 62 വരും അടുത്തത്. നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ഇതിൻ്റെ ലെസ്സാണ് വരിക. നേരത്തെ പ്രീവിയസ് പാറ്റേണിലുണ്ടായത് 63 ആണ്. 63ന്ന് ഒന്ന് മൈനസായിട്ട് 62 വരും. ആ 62ന്ന് തിരിച്ചിട്ടു. അപ്പോൾ 62 - 26 36 ആൻസർ കിട്ടി. ഇനി നേരത്തെ പ്രീവിയസിൽ 74 ഉണ്ടായി. ഇനി അടുത്തത് വരുമ്പോൾ 73 വന്നു. അതിനെ തിരിച്ചിട്ടു. 73നെ തിരിച്ചിട്ടപ്പോൾ 37 അത് മൈനസ് ചെയ്തപ്പോൾ 36 കിട്ടി. ദെൻ നേരത്തെ പ്രീവിയസിൽ 85 ഉണ്ടായി. അതിനെ കുറഞ്ഞു. അടുത്തത് വരുമ്പോൾ 84 വന്നു. 84നെ തിരിച്ചിട്ടപ്പോൾ 48 വന്നു. ആൻസർ 36 വരും. ദെൻ 96 ആയിരുന്നു പ്രീവിയസിൽ. ഇപ്പോൾ 95 ആവും. 95നെ തിരിച്ചിട്ടപ്പോൾ 59 ആയി. ഇപ്പോൾ 95 - 59 = 36. ഇങ്ങനെയാണ് ഇതിൽ ഈ പാറ്റേൺ വരിക. നെക്സ്റ്റ് പാറ്റേണിൽ ഒന്ന് മൈനസായിട്ടാണ് വരിക. ആദ്യം ആ കഴിഞ്ഞ പാറ്റേണിലുണ്ടായത് 51 - 15 ആണ്. അത് ഒന്ന് മൈനസായിട്ട് 62 - 26 = 36 വന്നില്ലേ. അത് തുടങ്ങിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പാറ്റേണിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള പാറ്റേണിൽ വരുന്നത് 51 - 15 = 36 കഴിഞ്ഞിട്ട് വരുന്ന പാറ്റേണിൽ അടുത്തത് ഇതാണ് വരിക. 61 - 16 = 45 വരും. 61 - 16 = 45 ആണ് ആൻസർ വരിക. മൈനസ് ചെയ്ത് നോക്കിയാൽ 45 കിട്ടും മക്കളെ. അതുപോലെ തന്നെ 61നെ തിരിച്ചിട്ടപ്പോൾ 16 ആണ് വന്നത്. ദെൻ 72 - 27 45 ആൻസർ കിട്ടും. ഇനി അതുപോലെ തന്നെ 83 - 38 = 45 കിട്ടും. 83നെ തിരിച്ചിട്ടപ്പോൾ 38 കിട്ടി. മൈനസ് ചെയ്തപ്പോൾ 45 കിട്ടി. ഇനി 94 - 49 = 45 94നെ തിരിച്ചിട്ടപ്പോൾ 49 കിട്ടി. അത് മൈനസ് ചെയ്തപ്പോൾ 45 കിട്ടി. അതാണ് ഈ പാറ്റേണിൽ വരുന്നത്. ഇത് ഫസ്റ്റിലത്തെ നമ്പറിന് തിരിച്ചിട്ടതാണ് രണ്ടാമത്തെ നമ്പർ. അത് രണ്ടും നമുക്ക് മൈനസ് ചെയ്യുമ്പം
45 കിട്ടുന്നുണ്ട്. 45 എന്നതും 9ൻ്റെ ടേബിളാണ് വരിക. മക്കളെ നെക്സ്റ്റ് പാറ്റേണിൽ 61 - 16 = 45 കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പാറ്റേണിൽ 71ൻ്റെയാണ് വരിക. സ്റ്റാർട്ടിങ് 71 - 17 = 54 വരും. 71 തിരിച്ചിട്ടു, അപ്പോൾ 17 കിട്ടും, അത് മൈനസ് ചെയ്താൽ 54 കിട്ടും. ദെൻ 82 തിരിച്ചിട്ടപ്പോൾ 28, അപ്പോൾ 82 - 28 = 54 കിട്ടും. ദെൻ 93 തിരിച്ചിട്ടപ്പോൾ 39, ദെൻ 39 93 39 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 54 കിട്ടും. ഇത് നേരത്തെ പാറ്റേണിൻ്റെ കൂടി വരുന്നതാണ്. നേരത്തെ 61 ഉണ്ടായത്, നേരത്തെ 72 ഉണ്ടായത്, പിന്നെ അടുത്ത് ചെയ്യുമ്പോൾ 71 ആയി. ഇനി അടുത്ത 83 ഉള്ളത് 82 ആയി. അതുപോലെ തന്നെ 94 ഉള്ളത് 93 ആയി. അങ്ങനെയാണ് പാറ്റേൺ വന്നത്. എന്നിട്ട് ആ പാറ്റേണിന് തിരിച്ചിട്ടു. ഇപ്പം 72 ഉള്ളത്, കഴിഞ്ഞ പാറ്റേണിൽ 72 ഉള്ളത് ഈ പാറ്റേണിൽ വരുമ്പോൾ 71 ആയി. ഇനി അടുത്തത് നെക്സ്റ്റ് അതുപോലെ തന്നെ 83 ഉള്ളത് 82 ആയി, 94 ഉള്ളത് 93 ആയി. ഇനി അത് നമ്പറിനെ തിരിച്ചിട്ടിട്ട് മൈനസ് ചെയ്തു. അങ്ങനെയാണ് ആ പാറ്റേണിൽ വന്നത്. മക്കളെ അടുത്ത പാറ്റേണിൽ 2 എണ്ണമായി വന്നു. ലാസ്റ്റത്തെ പാറ്റേണിൽ ഒറ്റ ആയിട്ട് വരുന്നുണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട്. ഈ പാറ്റേണിൽ വരുന്നത് 81 തിരിച്ചിട്ടു 18. അപ്പം കഴിഞ്ഞ പാറ്റേണിലുണ്ടായത് 82 ആണ്. ഇപ്പോൾ ഈ പാറ്റേണിൽ വന്നപ്പോൾ 81 ആയി, ഒന്ന് കുറഞ്ഞു. അങ്ങനെയാണ് അടുത്ത നമ്പർ കിട്ടിയത്. 82 അടുത്ത പാറ്റേണിൽ വന്നപ്പോൾ ഒരു നമ്പർ കുറഞ്ഞു. അങ്ങനെയാണ് ആ നമ്പർ കിട്ടിയത്. ഇനി ഈ കിട്ടിയ നമ്പറിനെ തിരിച്ചിട്ടു. 82 ആയിരുന്നു കഴിഞ്ഞ പാറ്റേണിലുള്ളത്. ഈ പാറ്റേണിൽ വന്നപ്പോൾ 81 ആയി. അപ്പോൾ 81നെ തിരിച്ചിട്ടപ്പോൾ 18. അപ്പം 81 - 18 63 കിട്ടി. അതുപോലെ തന്നെ കഴിഞ്ഞ പാറ്റേണിൽ 93 ആയിരുന്നു. ഈ പാറ്റേണിൽ വരുമ്പോൾ 92 ആയി. 92നെ തിരിച്ചിട്ടപ്പോൾ 29. അപ്പം 92 - 29 = 63. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുള്ള ലാസ്റ്റ് പാറ്റേൺ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. 91 - 19 = 72. ഇത്രയാണ് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത പാറ്റേണാണ് ചെയ്ത് കാണിച്ചത്. ഈ 157 പേജിലെ പ്രോബ്ലമാണ് ചെയ്തത്. ഇത്രയാണ് പേജിലെ പ്രോബ്ലംസ് പാറ്റേൺ വന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തു, ഇതിൻ്റെ അകത്ത് ആൻസേഴ്സ് എല്ലാം 9ൻ്റെ ടേബിളിൽ വരുന്നതാണ്. പിന്നെ ഒരു നമ്പറിനെ തിരിച്ചിട്ടിട്ട് മൈനസ് ചെയ്യുകയാണ് ചെയ്തത്. ഒരു പാറ്റേണിൽ നിന്ന് മറ്റൊരു പാറ്റേണിലേക്ക് പോകുമ്പോൾ ആ പാറ്റേണിൽ നിന്ന് ഇപ്പോൾ 21 ആണെങ്കിൽ ഒരു പാറ്റേണിൽ വരുമ്പോൾ അടുത്തതാണ് ചെയ്യുക. ഇപ്പോൾ 32 ആണ് ഒരു പാറ്റേണിലുണ്ടെങ്കിൽ അടുത്ത പാറ്റേണിൽ അത് വരുമ്പോൾ 31 ആവും. ഇപ്പോൾ 42 ഉള്ളതാണെങ്കിൽ അടുത്ത പാറ്റേണിൽ വരുമ്പോൾ 41 ആവും. എന്നിട്ട് ആ കിട്ടിയ നമ്പറിനെ തിരിച്ചിട്ടിട്ടാണ് മൈനസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് മക്കളെ ഈ ചാപ്റ്ററിലെ 2-3 പേജസാണ് പറഞ്ഞത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.